ഇനി എനിക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ജീവിക്കാൻ എല്ലാവർക്കും കൊതിയുണ്ടാവില്ല, അതുപോലെ തന്നെയാണ് എനിക്കും. ആർക്കും മരിക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. പക്ഷെ എനിക്കിനി ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം വേണം. അത് ചെറുതായാലും വലുതായാലും തന്നെ ജീവിതത്തിലേക്ക് തിരിച്ച് മടങ്ങി വരാനായിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. എൻ്റെ പേര് രമ്യ. ഞാൻ ആലൂക്കര കടവത്തി പഞ്ചായത്തിലെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പം 3 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് വാടകയ്ക്ക്. എൻ്റെ കിഡ്നി ഒരിക്കൽ മാറ്റി വെച്ചതാണ്. അന്ന് അമ്മയുടെ കിഡ്നിയാണ് മാറ്റി വെച്ചത്. 2021 കൊറോണയ്ക്ക് ശേഷം വീണ്ടും റിജക്ഷൻ ആയതാണ്. ഇപ്പോൾ 2.5 വർഷമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇതിനോടൊത്ത് ഒരുപാട് സർജറികൾ വേറെയും നടന്നു. കാലിൻ്റെത്, കണ്ണിൻ്റെത്, കത്തീറ്റർ 3-4 തവണ ഇട്ടു. ഇനി ശരീരത്തിൽ കീറി മുറിക്കാൻ ഇനി ഒരു ഭാഗവും ബാക്കിയില്ല. ഇനി രണ്ടാമതൊരു സർജറി നടത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. 35 ലക്ഷം രൂപയാണ് വേണ്ടത് സർജറിക്ക്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെ സഹായിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയായാലും ചെറുതായാലും വലുതായാലും എനിക്കത് വലുതാണ്. തന്ന് എന്നെ ജീവിതത്തിലേക്ക് വരാനായിട്ട് സഹായിക്കണം. എൻ്റെ മോള് രമ്യയാണിത്. എനിക്കെന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. 10 വർഷമായി മോള് ചികിത്സയിലാണ്. ഞങ്ങൾക്ക് 2ാമതൊരു ഓപ്പറേഷൻ ചെയ്തു. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എൻ്റെ മോള് ജീവിക്കണമെന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങളെ കൊണ്ടാകാവുന്നത് പോലെ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട രമ്യയുടെ സാഹചര്യം നിങ്ങൾക്കെല്ലാം ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ. വാടക വീട്ടിൽ താമസിക്കുന്ന ഈ സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പിന്തുണയുണ്ടായാൽ, നിങ്ങളുടെ സംഭാവനകളുണ്ടായാൽ രമ്യയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള തുക നമുക്ക് ലഭ്യമാവുകയും രമ്യയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സാധിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായം, സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമലൈക്കും. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ താഹിറാണ് ഒറ്റപ്പാലം. ഞാനും കൂടെ ഉള്ളത് ഷൈനിക്കാണ്. നമ്മളുള്ളത് അങ്കമാലിയിലെ രമ്യ എന്ന ഈ ചെറുപ്പക്കാരിയുടെ കിഡ്നി മാറ്റിവെക്കുവാൻ വേണ്ടി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു തവണ സ്വന്തം അമ്മയുടെ കിഡ്നി പകുത്തു നൽകിയെങ്കിലും ഇന്നത് വീണ്ടും പ്രവർത്തനരഹിതമായി 1-2 സർജറികൾ അത് കൂടാതെ കഴിഞ്ഞ് കണ്ണിനും കാലിനും ഒക്കെ പല രീതിയിലുള്ള സർജറികളൊക്കെ കഴിഞ്ഞ് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. ഭർത്താവും അമ്മയും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ വളരെ ആഗ്രഹം കൊണ്ട് നമ്മളോട് പറയുന്നത്. ആർക്കാണ് മരിക്കാൻ ആഗ്രഹമുള്ളത്? ഇത്രയും സങ്കടത്തോടു കൂടി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ സഹായിക്കാതിരിക്കരുത്, സഹായിക്കാതെ പോകരുത്. പ്രിയമുള്ളവരെ, ഓരോരുത്തരും വലിയ സ്വപ്നം കണ്ടിട്ടാണ് അവരുടെ അഭിമാനം പണയം വെച്ച് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഞാനും ഷൈനിക്കുള്ളത് അങ്കമാലിയിലാണ്. രമ്യയും കുടുംബവും ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇതുവരെ മുന്നോട്ട് പോയത് ഈ നാട്ടുകാരുടെ ഒക്കെ സഹായം കൊണ്ടാണ്. നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് ഇത്ര വലിയൊരു തുക കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കൈവെടിയരുത് എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്. അസ്സലാമലൈക്കും. നമസ്കാരം. വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു വാക്കുകളാണ് രമ്യ നമ്മളോട് പറഞ്ഞത്. കാരണം സഹോദരിക്ക്, ആ ചെറുപ്പക്കാരിക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നത്. വീണ്ടും കിഡ്നി മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇനി വീട്ടിൽ നിന്ന് ആരും കിഡ്നി കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ പുറത്തുനിന്ന് ഡോണറെ സ്വീകരിക്കേണ്ട വല്ലാത്തൊരു വിഷമാവസ്ഥയിലാണ് ഭർത്താവും രമ്യയും അമ്മയും ഒക്കെ അടങ്ങുന്ന കുടുംബവും. മക്കളില്ല സഹോദരിക്ക്. ഇപ്പൊ രമ്യയുടെ ആഗ്രഹം പോലെ നമ്മളെല്ലാവരും സഹായിച്ചല്ലേ സഹോദരിക്ക് അമ്മയുടെ ഭർത്താവിന്റെ ഒപ്പം ഈ ഭൂമിയിൽ ഇനിയും കുറെ നാളുകൾ ജീവിക്കാൻ സാധിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണം. നേരത്തെ നമ്മൾ കറുകുറ്റി പഞ്ചായത്തിലാണ് ഒരു വാടക താമസിക്കുന്നെങ്കിലും ഒരു വാടകക്കാരായിട്ടല്ല, സ്വന്തം നാട്ടുകാരായിട്ട് കണ്ടിട്ടാണ് ഈ നാട്ടുകാർ രമ്യക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ളത്. അവർ പരമാവധി അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളും കൂടി ഒന്ന് ഏറ്റെടുത്താൽ സഹോദരിക്കായിട്ട് 35 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ കഴിയും. എല്ലാവരും സഹായിക്കണം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്തിട്ടൊന്ന് മാക്സിമം നല്ല ആളുകളിലേക്ക് എത്തിച്ചു നൽകണം. എന്റെ എല്ലാ കൂട്ടർക്കും നമസ്കാരമുണ്ട്. ജോഷി പൗലസ് ആണ്. ഞാൻ രമ്യനെ കാണാനായിട്ട് വീണ്ടും വന്നേക്കാം കറുകുറ്റിയില്. രമ്യയുടെ 2 കിഡ്നി ഫെയിലറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 35 ലക്ഷം രൂപയാണ് രമ്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. കിഡ്നി മാറി വെക്കണം എത്ര പെട്ടെന്ന്. ഈ വീഡിയോയുടെ മുമ്പിൽ ഇനി രമ്യനെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കില്ല. കാരണം 2ാമത്തെ പ്രാവശ്യമാണ് രമ്യനെ ഈ വീഡിയോയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. കൈവിടരുത് ഈ കുടുംബത്തെ. നിങ്ങളുടെ കയ്യിലുള്ളത് രമ്യയുടെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് സഹായിക്കണം. മാക്സിമം
വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ അക്കൗണ്ട് ബ്ലോക്ക് ആവുകയാണെങ്കിൽ, ഗൂഗിൾ പേ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ഈ രമ്യയുടെ ചികിത്സ അക്കൗണ്ടിന്റെ QR കോഡ് വെക്കുന്നുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തെങ്കിലും പൈസ അയക്കണമെന്നും താഴ്മയോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. കൈവിടരുത് ഞങ്ങൾ. കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡ് മെമ്പർ ജിഷ സുനിൽകുമാർ. എൻ്റെ വാർഡിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ രമ്യയും കുടുംബവും താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ആ കുട്ടിക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ ആണ്. ഞങ്ങളുടെ പ്രദേശത്തുള്ള ആളുകൾ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഒരു വലിയ തുക തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ. ചെറുതായാലും വലുതായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ KT മുരളി, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. സുഹൃത്തുക്കളെ, നേരത്തെ നമ്മുടെ വാർഡ് മെമ്പർ ജിഷ സുനിൽകുമാർ സംസാരിച്ച പോലെ ആ കുട്ടിയെ സമയമെടുത്തോളം ചെറുപ്പമാണ്. ആ ജീവൻ നിലനിർത്തുക എന്നുള്ളത് ഈ നാടിൻ്റെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ പല രീതിയിലും ആ കുട്ടിയെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഞാൻ എലിസബത്ത് മാത്യു. ഞാനൊരു അധ്യാപികയാണ്. രമ്യയുടെ അയൽവക്കമാണ്. കോട്ടയത്ത് നിന്ന് അവരിവിടേക്ക് താമസം വരുമ്പോൾ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല, തൊട്ടയൽവക്കത്തുള്ള ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണെന്ന്. ആ പെൺകുട്ടി നമ്മളിൽ ഓരോരുത്തരിലും അർപ്പിച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷ, അത് നമുക്കൊരിക്കലും കൈവിട്ട് കളയാനോ അല്ലെങ്കിൽ അവളെ കൈവിടാനോ പറ്റാത്ത ഒരു പ്രതിസന്ധി ഘട്ടമാണെന്ന് എല്ലാവരെയും താഴ്മയായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദയവായി എല്ലാവരും സഹകരിക്കുക. അവനവനാൽ കഴിയുന്ന എന്തെങ്കിലും ചെറിയ തുകകൾ നൽകുക, അവളെ രക്ഷിക്കുക. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ. ഈ രമ്യയും കുടുംബമായിട്ട് ഞങ്ങൾക്ക് 2 വർഷത്തെ പരിചയമുള്ളൂ. അവർ കൂത്താട്ടോളം ഭാഗത്തുനിന്ന് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. കഴിയുന്നത്ര സഹായങ്ങൾ കിട്ടിയെങ്കിലും ഇപ്പോൾ നിലവിൽ അവർക്ക് ഈ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ സഹായങ്ങൾ കൊണ്ട്